തിരുവാതിര ടീമിനെ കണ്ടപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു തിരുവാതിര ഒന്ന് പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ്. ആക്ച്വലി ഓരോരുത്തർ വന്ന് നമ്മളെ ടീച്ച് ചെയ്താൽ കുറച്ചുകൂടി നന്നാവും. അപ്പൊ ഗ്രൂപ്പ് ആയി പോയില്ല. അല്ല, അത് കുഴപ്പമില്ല. എന്നാ വേഗം ഒരു 4 പേര് വരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം എല്ലാവരും കൂടെ നമുക്ക് സെറ്റ് ആക്കുന്നു. ടീച്ചർ ആദ്യം ആയോ? നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് അപ്പൊ ആദ്യം തുടങ്ങണ്ടേ? ഇതെന്തിനാ തിരുവാതിര നീളത്തിൽ നിന്ന് പഠിക്കുന്നത്? അല്ല, അത് പഠിക്കുന്നേ ഉള്ളൂടാ. അഖിലേ, നമ്മളിങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ. അപ്പൊ ഇത് മറ്റേ 1 2 3 4 5 7 8 ഡയാൻ ആ ചേച്ചികളെ പഠിപ്പിച്ചോളൂ. ശ്രീവിധിക്ക് കിട്ടിയോ? പിന്നെ തെറ്റിച്ച് ചേച്ചി ഇപ്പഴത്തെ പിന്നെ പെട്ടെന്ന് പഠിക്കും. ഞാൻ വിളക്കായിട്ട് ഇപ്പുറത്ത് പോവോ? വിളക്ക് ഇപ്പൊ എടുത്ത് വയ്ക്കും സെന്ററിലോ ഇരിക്കുന്നു. ശരി, കുത്തു വിളക്ക്. ഇതാണ്. എല്ലാരും വരാം. ഇനി എല്ലാരും വന്നോട്ടെ. എല്ലാരും റൗണ്ട് ചെയ്തോ. മ്യൂസിക് ഇട്ട് തരാണെങ്കിൽ നമ്മൾ തിരുവാതിര. തമ്പുരാട്ടിയുടെ കയ്യ ഭാഗ്യമുള്ള കയ്യ ശ്രീവിധി എവിടെ പോണ്ടേ? അയ്യേ, ശ്രീവിധി. ഓ, അങ്ങനെ. എടീ, നീ റിട്ടേൺ കട്ടാവണല്ല കേട്ടാ. നൈസിന് വിരമിച്ചോ ഇടയെന്ന്? പിന്നെ കിട്ടി. അത് അങ്ങോട്ട് അവിടെ ഫ്രണ്ടിൽ എല്ലാരും പോയി. നീ പരിക്കെന്ന് പറഞ്ഞ് പിന്മാറ്. ശത്രുരേഖ കിടക്കുന്നു ചേച്ചി വാ, നമുക്ക് ഇത് ഇടാൻ പറ്റും ഒന്നും കൂടെ. ശത്രുവില്ലെന്നാലും ശത്രുവായി ഇത് മതി, ഇതാണ് നല്ലത്. പെരുമയറിടും പിന്നെ കൂടും ഇതല്ലേ? നമ്മളിലൊക്കെയും എന്താ ആദ്യമായിട്ടായിരിക്കും ഒരു സ്പ്ലിറ്റ് തിരുവാതിര നിങ്ങൾ ഇവിടെ തിരുവാതിര നശിപ്പിച്ചപ്പോ നമുക്കൊരു സന്തോഷമില്ല. അതല്ല, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെ ടീച്ചറിന് മാത്രമേ നോക്കുന്നത്. നിങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി പഠിപ്പിച്ച്, പക്ഷെ ആ ചേച്ചിക്ക് തെറ്റിപ്പോയി. എന്റെ ടീം കണ്ടോ? എന്റെ ടീം ഇതാണ്. എനിക്ക് ശ്രീവിദ്യയുടെ കളി കണ്ടപ്പോ തൊട്ട് കളി പോലെ തോന്നിയുള്ള. എന്തിട്ട് പേടിച്ചു പോയോ? അഖിലേ, തിരിഞ്ഞേക്കാം. അടുത്ത ആറ്റുകാൽ പൊങ്കാലക്ക് ഈ തിരുവാതിര ബുക്ക് ചെയ്താലോ? 1.5 മണിക്കൂർ ഇവര് വേണം, ഇവരെ വെച്ചിട്ട്. ഇവര് വേണം ഗസ്റ്റ് ആയിട്ട്. ഡയാനയും ശ്രീവിദ്യയും. എന്നെ കണ്ടില്ല. ഞാൻ തെറ്റികളാരെ ശ്രദ്ധിക്കാറില്ല. താങ്ക് യു സോ മച്ച്. ഇനിയും വരണം. ഇവര് പോകുന്ന പറയണം. ഇവര് പോകുന്ന മിസ് ചെയ്യില്ലെന്ന് ചേട്ടന് ചെയ്യും, അതെനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഒരു എപ്പിസോഡും കൂടെ ഞങ്ങളോടൊപ്പം വരേണ്ടതാണ്. അഖിലേട്ടന് ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ താല്പര്യം പെറ്റി കിടക്കണം. അപ്പൊ എന്തായാലും അഖിലിന്റെ ആഗ്രഹപ്രകാരം ഇവർ ഒരു എപ്പിസോഡും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. Until then, bye from Comedy Master.